ഹലോ, കടയിലേക്ക് സാമ്പാർ കഷ്ണം കൊണ്ടുവന്നപ്പോൾ ഉണ്ടായതാണ്ട് 3 പടച്ചിക്കായ. പടച്ചിക്കായ മാത്രമല്ല പച്ചക്കായം വേണമെന്ന്. അപ്പം ഞാനത് ഈ എല്ലാ കായും കൂടിയിട്ട് സാമ്പാർ ഉണ്ടാക്കണ്ടല്ലോ എന്ന് ചോദിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, ആ 3 പടച്ചിക്കായം കൂടെ മാറ്റി വെച്ച് വൈകുന്നേരം എന്തെങ്കിലും വെറൈറ്റി ആക്കാമല്ലോ എന്ന് ചോദിച്ച് എന്നിട്ട് ഞാൻ എന്താ ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം എന്താ കഴുകി വൃത്തിയാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ കൂടുതലെടുത്താൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ, നല്ല ക്രിസ്പി ഉണ്ടാവും. പിന്നെ ലേശം കായപ്പൊടിയും ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു പടച്ചിക്കായില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് രാത്രി പച്ചരി ചോറും ഇത് ഫ്രൈ ചെയ്തതും പിന്നെ പപ്പടം വറുത്തും അച്ചാറാണ്ട് ഇന്നത്തെ സ്പെഷ്യലി. അപ്പം ഞാൻ വിചാരിക്കണത് ഇപ്പം മണ്ഡലകാലമൊക്കെ അല്ലേ, അയ്യപ്പന്മാർക്ക് കറിയുടെ കൂടെ ഒരു ഫ്രൈ ഒക്കെ ആകാമല്ലോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതേപോലെ മീനൊക്കെ ഇല്ലാത്ത സമയത്തെ ഇത് മേടിച്ച് ഫ്രൈ ചെയ്താൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും.